ഷെക്കന ടെലിവിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. തീ പിടിച്ചവരിലേക്ക്. വളരെ അതിശയകരമായ ഒരു കഥയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കേട്ടത്. ബ്രദർ രാജൻ കാഞ്ചിയാർ എത്ര അത്ഭുതകരമായ ഒരു മാറ്റം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ. മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമയായി സകലരാലും ഉപേക്ഷിക്കപ്പെട്ട് ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ സഹായിക്കാനില്ലാതെ തെരുവോരങ്ങളിൽ കിടന്ന് അവസാനം വർഷങ്ങൾക്ക് മുമ്പ് ഒരമ്മച്ചി പറഞ്ഞ ദൈവത്തിൻ്റെ വചനം, യേശു നിന്നെ സഹായിക്കും. ആ വചനം കേട്ട അവസ്ഥയിൽ നിന്ന് ഏതാണ്ട് 4-5 വർഷങ്ങൾക്ക് ശേഷം അനാഥനായി വെയിറ്റിംഗ് ഷെഡിൽ കിടക്കുമ്പോൾ രക്ഷപ്പെടണമെന്നുള്ളൊരാഗ്രഹം ഉള്ളിലുണ്ടായപ്പോൾ ഈ അമ്മച്ചി പറഞ്ഞ വാക്കുകൾ അനുസരിച്ച് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ കടന്നു ചെല്ലുകയും അവിടെ വെച്ച് കർത്താവിൻ്റെ വചനം, മദ്യവെച്ച് മതോന്മത്തനായി ജീവിക്കുന്നവർ കീറത്തുണി ഉടുക്കേണ്ടി വരുമെന്ന് കർത്താവിൻ്റെ അഭിഷിക്തനിലൂടെ ആ വചനം കേട്ടപ്പോൾ അത് ജീവിതത്തെ ആകമാനം കൊടഞ്ഞ് അടിമൂടി തിരിച്ചു മറിച്ച് ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റി. ആ അനുഭവത്തിന് ശേഷമുള്ള കഥകൾ നമ്മൾ ഈ 2ാമത്തെ എപ്പിസോഡിൽ കേൾക്കുകയാണ്. വളരെ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിലെ അങ്ങയുടെ അനുഭവങ്ങൾ ഏതൊരാളെയും കരയിപ്പിക്കുന്ന ഒരു അനുഭവമായിരുന്നു. അത്രമാത്രം ഒരു വ്യക്തിയെ എത്രമാത്രം അധപ്പതിക്കാമോ, എത്രമാത്രം തകർന്നു പോകാമോ, ആ അവസ്ഥയിലൂടെ എല്ലാം അങ്ങ് കടന്നുപോയി. എല്ലാവരാലും വെറുക്കപ്പെട്ട് ഉപേക്ഷിക്കപ്പെട്ട് ആരുമില്ലാത്തവനായി, ആരും സഹായിക്കാനില്ലാത്തവനായി. പക്ഷേ ഡിവൈനിൽ വെച്ചൊരു കാര്യം മനസ്സിലായി, ധ്യാനം കൂടിയപ്പോൾ മനസ്സിലായി, വചനം കേട്ടപ്പോൾ മനസ്സിലായി, എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു അല്ലേ. എന്തായിരുന്നു ആ ധ്യാനാനുഭവത്തിൽ പിന്നീട് സംഭവിച്ചത്? അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ആ ധ്യാനം കൂടി ആ ഒരു വചനം എന്നെ മാറ്റി. ആ ധ്യാനം കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോയില്ല. തുടർന്ന് വീണ്ടും പിറ്റേ ആഴ്ചയിൽ അവിടെ ഇംഗ്ലീഷ് സെക്ഷനിൽ സിറ്റി ഇവാഞ്ചലൈസേഷൻ എന്ന് പറഞ്ഞൊരു ധ്യാനം ഉണ്ടായിരുന്നു. അന്ന് ഈ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന അക്രൈസ്തവരുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി ഒരുക്കിയ ഒരു ധ്യാനമാണ്. ഞാൻ ആ ധ്യാനത്തിലേക്കും കടന്നു ചെന്നു. ആ ധ്യാനം കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരു ധ്യാനം കൂടി അവിടെ തന്നെ നിന്നു. പിറ്റേ ആഴ്ച ഇടയ്ക്കൊരു കാര്യം ചോദിക്കട്ടെ, ഈ കൊടിയ മദ്യപാനികൾ അല്ലെങ്കിൽ ഈ മയക്കുമരുന്നിന് അടിമകളായ അവർക്ക് ഈ ചില ദിവസങ്ങളിലൊക്കെ ഇത് കിട്ടാതെ വന്നാൽ, ഒരു നേരമെങ്കിലും മദ്യം കിട്ടാതെ വന്നാൽ അവർക്ക് ഈ വിറയലാകും, അല്ലെങ്കിൽ അവർ അക്രമ സ്വഭാവമൊക്കെ കാണിക്കാതെ തുടങ്ങും. അപ്പം അങ്ങനെയൊക്കെ എന്തെങ്കിലും ഈ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു? അങ്ങനെ ഒരു അക്രമ സ്വഭാവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷേ എന്നാലും അങ്ങനെ അത് പുറത്തൊന്നുമില്ല. പക്ഷേ എന്നാലും നമ്മൾ വയലൻ്റൊക്കെ ആവും, ദേഷ്യവും അരിശവും എല്ലാം. ഈ ധ്യാന ദിവസങ്ങളിൽ എങ്ങനെ പൊരുത്തപ്പെട്ടു അവിടെ ചെന്നപ്പോൾ? കാരണം ഇതുവരെ ഇല്ലാത്ത പ്രത്യേക ഒരു ലോകത്തിലേക്കാണല്ലോ ചെന്നപ്പെട്ടത്. അതെ, ധ്യാനത്തിന് പോകുമ്പോഴും കഞ്ചാവും വീടിയും തീപ്പെട്ടിയും എല്ലാം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. അതെ, പക്ഷേ എനിക്കന്ന് അവിടെ തിരക്കായിരുന്നതുകൊണ്ട് കിടക്കാൻ കിട്ടിയത് ഡി എഡിഷനാണ്. ഈ മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമയായി ഈ മെൻ്റലായവരെ പാർപ്പിക്കുന്ന ഡി എഡിഷൻ സെൻ്ററിലാണ് നമുക്കന്ന് കിടക്കാനായിട്ട് പറ്റി. അപ്പോൾ അങ്ങനെയുള്ള ആളാണെന്ന് അവർക്കറിയത്തില്ല. പക്ഷേ ഒരു വിധത്തിൽ ഈ സാധനം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം എങ്ങോട്ട് തിരിഞ്ഞാൽ ഈ 19,000 പേരില്ലേ, എങ്ങോട്ട് തിരിഞ്ഞാലും ആളല്ലേ. പിന്നെ ധ്യാനം കഴിഞ്ഞ് തിരിച്ചു പോയി ഈ സാധനം ഉപേക്ഷിക്കുമായിരുന്നു, കളയുമായിരുന്നു. ധ്യാനത്തിൽ വെച്ച് തീരുമാനമെടുത്തു. ഈ വചനം കേട്ടപ്പോൾ ആ വചനം നമ്മളെ മാറ്റി. ഇനി ജീവിതത്തിൽ മദ്യപിക്കില്ല, ഇല്ല, അത് അങ്ങനെ ഒരു ഉപയോഗിക്കില്ല, അങ്ങനെ ഒരു തീരുമാനം എടുത്തു. അതെ, അതിനുള്ള കൃപ കർത്താവ് തന്നു. അപ്പോൾ ഞാൻ ഈ സിറ്റി ഇവാഞ്ചലൈസേഷൻ ധ്യാനം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഞാൻ അവിടെ ഒരു, അതായത് ആദ്യത്തെ ധ്യാനം കഴിഞ്ഞ് രണ്ടാമത്തെ അവിടെ തന്നെ രണ്ടാമത്തെ ധ്യാനം കൂടെ കൂടുകയാണ്. അപ്പോൾ രണ്ടാമത്തെ ഇതിനൊക്കെ കൊടുക്കാൻ ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം സൗജന്യമായിട്ട് തന്നു. അന്ന് ഫീസ് ഇല്ലല്ലോ, അവിടെ പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ ആരെയും ധ്യാനം കൂടാതെ അന്നും ഇന്നും വിടത്തില്ല. അവിടുന്ന് വിടുക. അപ്പോൾ സൗജന്യമായിട്ട് ധ്യാനത്തിൽ. അപ്പോൾ ഈ ഒരു ജോഡി ഡ്രസ്സിലല്ലേ ഈ നിപ്പ് മുഴുവൻ? അതെ, ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഈ വചനോത്സവവും മറ്റു മാസികകളും ഒക്കെ വിൽക്കുന്ന 2 അപ്പച്ചന്മാരുണ്ടായിരുന്നു, ഒരു ജോർജ് ചേട്ടനും ഒരു ജേക്കബ് ചേട്ടനും. അപ്പോൾ എനിക്ക് ഡ്രസ്സ് ഇല്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പം അവർ 2 ജോഡി ഡ്രസ്സൊക്കെ തന്നു. ശരി, നമ്മുടെ ഈ പ്രാകൃതമായ അവരുമായിട്ട് ഭയങ്കരമായിട്ട് ഒരു സ്നേഹബന്ധമായി ആത്മീയതയിൽ തന്നെ. അപ്പോൾ പിന്നെ ഈ 2ാമത്തെ ധ്യാനം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേന് ഞാനവിടെ ഒരു വലിയൊരു ബാനർ കണ്ടു, ഡിവൈൻ ബൈബിൾ കോളേജ്. അപ്പോൾ അത് ഈ വിശ്വാസത്തിലേക്ക് കടന്നു വന്നത്. അപ്പം നമ്മൾ 4ാം ക്ലാസ്സേ പഠിച്ചിട്ടുള്ളതിലും കോളേജിലൊന്ന് പഠിച്ചേക്കാം എന്നൊരാഗ്രഹം. അത് ബൈബിൾ കോളേജ്. അതെ, സാധാരണ കോളേജിൽ പോയി പഠിക്കാൻ പറ്റില്ല. അതെ, അപ്പോൾ അതിന് നോക്കി കഴിഞ്ഞപ്പോൾ തന്നെ അതിനൊരു പ്രശ്നം ഉണ്ടായിരുന്നു. 1500 രൂപ ഫീസായിരുന്നു 6 ആഴ്ചത്തെ താമസമുള്ള. അപ്പോൾ അത് പറ്റുമായിരുന്നു മനസ്സിലായി. എന്നാലും ഞാൻ നേരെ പനക്കലച്ചനെ ചെന്ന് കണ്ടു. പനക്കലച്ചനെ ചെന്ന് കണ്ടിട്ട് അച്ഛനോട് ഞാൻ ഈ കാര്യം പറഞ്ഞു, ഇതുപോലെ ഞാൻ ഇന്നപോലെ വിശ്വാസത്തിലേക്കൊക്കെ വന്നു,
അപ്പോൾ എനിക്ക് യേശുവിനെ കൂടുതൽ അറിയാനായിട്ട് ആഗ്രഹമുണ്ട് വെച്ചാൽ എൻ്റെ പൈസയൊന്നുമില്ല, ബൈബിൾ കോളേജിലേക്ക് എന്നെയും കൂടെ കയറ്റാവോ എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ എൻ്റെ പേരവിടെ എഴുതി വെച്ചിട്ട് നീ തുടങ്ങുമെന്ന് ചേർന്നോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇല്ലില്ല, 1500 രൂപ അച്ഛനൊന്നും ചോദിച്ചില്ല. അച്ഛൻ ഇല്ലില്ല, അച്ഛൻ ചോദിച്ചില്ല, ഒന്നുമില്ല. അച്ഛൻ തലേ കൈ വെച്ച് പ്രാർത്ഥിച്ചിട്ട് ചെള്ളക്കിട്ടൊരു അടിയും കൂടെ തന്നു. ഈ പനക്കലച്ഛനൊരു അസാധ്യ സാധനമാണ്. അതെ അതെ, അച്ഛനില്ലായിരുന്നു എന്നെ ഇതുപോലെയുള്ള ആയിരക്കണക്കിന് മനുഷ്യരെ അദ്ദേഹത്തിന്റെ സ്നേഹം കൊണ്ട്. പിന്നെ അച്ഛനോട് ചേർന്ന് ഡിവൈൻ സുവിശേഷ മുന്നണിയുമായി ബന്ധപ്പെട്ട് അതിന്റെ പീരുമേട് താലൂക്കിന്റെ കോർഡിനേറ്ററായിട്ട് എനിക്ക് വളരെ നാളുകൾ ശുശ്രൂഷ ചെയ്യാൻ. പിന്നീട് ഈ ബൈബിൾ കോളേജിലെ അനുഭവം തരുന്നു. അങ്ങനെ ഫീസ് ഒന്നും അടയ്ക്കാതെ അങ്ങനെ ബൈബിൾ കോളേജിലേക്ക് ചെയ്യുന്നു. ഈ ബൈബിൾ കോളേജ് 6 ആഴ്ചത്തെ ഒരു കോഴ്സാണ്. അപ്പോൾ ഈ ബൈബിൾ കോളേജിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഈ ഒറ്റയോടി ഡ്രസ്സേ ഉള്ളൂ. അന്നേരം മുടിയും വെട്ടിയിട്ടില്ല, ഒന്നുമില്ല. അങ്ങനെ എന്നാ വെച്ചാൽ കുളിക്കുകയൊക്കെ. ബൈബിൾ കോളേജ് ചെന്നപ്പോഴാണ് ഈ 2 ജോഡി ഡ്രസ്സ് മറ്റേ അല്ല, അതിനു മുമ്പ് തന്നെ തന്നു. എന്നാലും അന്ന് ഈ അപ്പച്ചനൊക്കെ അന്നേരത്തെ 2 ജോഡി തന്നു. അങ്ങനെ ബൈബിൾ കോളേജിലേക്ക് കടന്നു ചെന്നു. ബൈബിൾ കോളേജ് എന്നൊക്കെ പറഞ്ഞാലും ഒരു കോളേജൊന്നും അല്ല, മറിച്ച് ദൈവാനുഭവ ജീവിതത്തിൻ്റെ ആദ്യാക്ഷരങ്ങൾ പഠിപ്പിക്കുന്ന ഒരു കളരി എന്നതിനെ വേണേൽ വിശേഷിപ്പിക്കുക. ഒരു നിലത്തെഴുത്ത് കളരി. അതാണ് ശരിക്കും അതാണ്. അതെ അതെ, പക്ഷെ നമ്മളെ സംബന്ധിച്ച് അതൊരു കളരിയാണ്. ആ കളരിയുടെ ആശാൻ POC ബൈബിളിൻ്റെ ചീഫ് എഡിറ്റോറിയൽ ബോർഡിലെ 3 ഒരാളായ ഡോക്ടർ മൈക്കിൾ കാര്യമറ്റം അച്ഛനായിരുന്നു. അച്ഛൻ്റെ അച്ഛന്റെ ശിഷ്യത്വം ഡോക്ടറേറ്റ് ഒക്കെ ഉള്ള അച്ഛൻ ഭയങ്കര അച്ഛനെ അദ്ദേഹത്തിന്റെ ശിഷ്യനായി 4ാം ക്ലാസ്. അതെ അതെ. അപ്പം പക്ഷെ എന്നാ ഡോക്ടറേറ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും അച്ഛൻ്റെ പേരിൽ പോലും ആ ഡോക്ടറേറ്റ് അച്ഛൻ ഉപയോഗിക്കാറില്ല. അപ്പോൾ അച്ഛൻ്റെ അതിർത്തിൽ നിന്ന് നടന്നു വീണ ഓരോ വാക്കുകളിലൂടെയും പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ ഒരു പുഞ്ചിരിയിലൂടെയും തലോടലിലൂടെ പോലും ദൈവാനുഭവ ജീവിതത്തിൻ്റെ ആദ്യാക്ഷരങ്ങൾ പഠിച്ചപ്പോൾ ഈ 6 ആഴ്ച കാലം കൊണ്ട് ഞാൻ 2 കാര്യങ്ങൾ മനസ്സിലാക്കി. വേറെ ഒന്നും അറിയില്ല. അവിടെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. പക്ഷേ ഈ 6 ആഴ്ച കാലം കൊണ്ട് ഞാൻ 2 കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിൽ മനസ്സിലാക്കി, ഉൾക്കൊണ്ടു. അതിലൊന്ന്, ആരെല്ലാം ഉപേക്ഷിച്ചാലും ഏതവസ്ഥയിലും ഉപേക്ഷിക്കാത്ത ഒരപ്പൻ തലയ്ക്ക് മേളിൽ ഉണ്ടെന്നുള്ളൊരു സത്യം ഞാൻ തിരിച്ചറിഞ്ഞു. കാരണം അവിടെ നമുക്ക് ജനിച്ച് 30ാമത്തെ ദിവസം അപ്പൻ ഉപേക്ഷിച്ച് പോയത്. അതെ അതെ അതെ. പിന്നെ ഒരു അപ്പൻ എന്താണെന്ന് ജീവിതത്തിൽ അറിഞ്ഞിട്ടില്ല. അത് വചനം പറയുന്നുണ്ടല്ലോ. കാരണം നമുക്കുണ്ടെന്നുള്ള കാര്യം. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല. ശരിക്കും മുല കുടിക്കുന്ന ഒരു കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാൻ പറ്റത്തില്ല. കാരണം മുല കൂട്ടേണ്ട സമയത്ത് മുല കൂട്ടിയില്ലെങ്കിൽ അതിൻ്റേതായ ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഈ അമ്മയ്ക്കും ഉണ്ടാവും. അപ്പം പിന്നെ പാലൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിന്ന് കഴിയുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ആ മുല കൂട്ടുക എന്നുള്ള ഒരു അമ്മ, അങ്ങനെയുള്ള ഒരു അമ്മയ്ക്ക് ഈ മുല കുടിക്കുന്ന ഒരു കുഞ്ഞിനെ മറക്കാം. ഇതിനിപ്പോൾ ഒരു 1000 കുഞ്ഞിൻ്റെ ഇടയ്ക്ക് കിടന്ന് തൻ്റെ കുഞ്ഞ് കരഞ്ഞാലും എല്ലാ കുഞ്ഞുങ്ങളുടെയും കരച്ചിൽ ഒരുപോലാണെങ്കിലും ആ കുഞ്ഞിൻ്റെ കരച്ചിൽ ആ അമ്മ തിരിച്ചറിയുകയും അത് എന്തിനു വേണ്ടി കരയുന്നു എന്ന് വരെ, അത് മൂത്രം ഒഴിക്കാനാണോ മറ്റെന്തെങ്കിലും ആണോ, വിശന്നിട്ടാണോ വയറ്റുവേദന എടുത്തിട്ടാണോ, അത് തിരിച്ചറിയാനുള്ള ഒരു കൃപ ഈ അമ്മയ്ക്കുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കുമായിരുന്നു. എത്ര അസാധ്യമായ കാര്യം സംഭവിച്ചാൽ പോലും. അതെ അതെ, അത് സങ്കീർത്തനത്തിൽ പറയുന്നത് അപ്പനും അമ്മയും നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുമല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എല്ലാവരും ഉപേക്ഷിച്ചാലും ഒരിക്കലും ഉപേക്ഷിക്കാത്ത, തള്ളിക്കളയാത്ത, ഏതവസ്ഥയിലും നമ്മളെ മാറോട് ചേർക്കുന്ന ഒരപ്പൻ എൻ്റെ തലയ്ക്ക് മേളിലുണ്ടെന്നും ആ അപ്പൻ്റെ പേര് സ്നേഹം എന്നാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ദൈവം സ്നേഹമാകും. അപ്പോൾ അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ, കാരണം എൻ്റെ ദാഹവും അത് തന്നെയാണല്ലോ, സ്നേഹത്തിന് വേണ്ടിയാണ്. എൻ്റെ എന്നുള്ളതല്ല ബ്രദറെ, ഇന്ന് ജീവിച്ചിരിക്കുന്ന. അത് ശരിക്കും ഇത്രയും ബോധ്യം ഇത് ബൈബിൾ കോളേജിൽ നിന്നാണ് കിട്ടിയത്? അല്ലല്ല, എനിക്ക് ബൈബിൾ കോളേജിൻ്റെ ഞാൻ കേട്ട വചനങ്ങളും ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് യേശു ക്രിസ്തുവിനെ കാൽവരിയിലെ കുരിശ് നമുക്ക് വേണ്ടി സമർപ്പിക്കാൻ തക്കവിധം സ്നേഹിച്ച ആ സ്നേഹത്തെക്കുറിച്ചൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു ബോധ്യം പറഞ്ഞാൽ ഈ ബൈബിൾ കോളേജിലൂടെയൊക്കെ കേവലമായ അറിവുകൾ മാത്രമല്ല, അഭിഷേകം ഒഴുകുന്നുണ്ട്. ഈ ബോധ്യം ആർക്കും ഈ ബോധ്യം ആർക്കും എടുത്ത് മാറ്റാൻ പറ്റുമല്ല. കാരണം ശരിക്കും നമ്മുടെ ദുഃഖം തന്നെ, നമുക്ക് വീടില്ലാത്തതോ പിന്നെ ആരോഗ്യമില്ലാത്തതോ നമ്മുടെ രോഗമോ അല്ലെങ്കിൽ നമ്മുടെ പാവാവസ്ഥകളോ ഇതൊന്നുമല്ല നമ്മുടെ ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത് അവന് ലഭിക്കേണ്ട സ്നേഹം അവന് കൊടുക്കേണ്ടവരിലൂടെ അവന് കിട്ടാതിരിക്കുക എന്നുള്ളതാണ്. ആ സ്നേഹത്തിൻ്റെ കുറവാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുക. അതിനെക്കാട്ടി വലിയ ദുഃഖമൊന്നുമില്ല. കാരണം ഏതവസ്ഥയുടെ നടുവിലും എന്നെയൊന്ന് മനസ്സിലാക്കാൻ, എന്നോട് സ്നേഹത്തോടെ ഒരു വാക്ക് പോലും പറയാൻ എനിക്ക് ആരും ഇല്ലല്ലോ എന്നുള്ള വേദനയാണ്. വീടില്ലാത്തതോ ഒന്നുമല്ല.
നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് അവസ്ഥയിലും എന്നെയൊന്നും മനസ്സിലാക്കാൻ, എന്നെയൊന്ന് സ്നേഹിക്കാൻ ആരുമില്ലല്ലോ എന്നുള്ള വേദനയാണ് ശരിക്കും ഒരു വ്യക്തി ആത്മഹത്യയെക്കുറിച്ച് വരെ ചിന്തിപ്പിക്കുന്നത്. ഏറ്റവും വലിയ വേദന അത് തന്നെയാണ്. ആരെങ്കിലും ഒരാൾ സഹായിക്കാനുണ്ട്, സ്നേഹിക്കാനുണ്ട്, കരുതാനുണ്ട്, ഒരു ബോധ്യം ഉണ്ടെങ്കിൽ, ഒരു ആശ്വാസ വാക്കെങ്കിലും പറയാൻ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ. ഇതൊന്നും ഇല്ലാതെ പോകുന്നതാണ്. അത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഇന്ന് ഓരോ ഭവനങ്ങളിലും പിന്നെ വാർദ്ധക്യത്തിലെത്തി രോഗികളായിട്ട് കിടക്കുന്ന മാതാപിതാക്കളാണ്. അവരോടിന്ന് സംസാരിക്കാൻ പോലും ആർക്കും സമയമില്ല. കാരണം എല്ലാവരും മൊബൈലായും ടി വി ആയും അങ്ങനെ അങ്ങ് പോവാണ്. ഇവിടെ വെച്ച് ഈ ഒരു ചിന്ത ഉള്ളിൽ വന്നു. ആ ഒരു വലിയ ബോധ്യം അങ്ങനെ ഒരു ബോധ്യം കിട്ടിയപ്പോൾ അങ്ങനെ അപ്പൊ ഈ ദൈവം സ്നേഹമാണെന്നും ഇങ്ങനെ തലയ്ക്ക് മേലെ ലോകത്തിലെ ആരും സ്നേഹിക്കാനില്ലെങ്കിലും സ്നേഹിക്കുന്നവരപ്പം തലയ്ക്ക് മേലുണ്ടെന്നുള്ള സഹോദരങ്ങളും കൂട്ടുകാരും നാട്ടുകാരും ആരും സ്നേഹിക്കാനില്ലെങ്കിലും ഈ അപ്പൻ എന്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള ആ ഒരു വലിയൊരു തിരിച്ചറിവുണ്ടായി. അതെ അതെ. മലകളാന്ന് പോയാലും കുന്നുകൾ മാറ്റപ്പെടാൻ എനിക്ക് നിന്നോടുള്ള സ്നേഹം അചഞ്ചലമാണ്. അതൊരിക്കലും മാറ്റമില്ല. കാരണം ദൈവത്തിനൊരിക്കലും മാറ്റമില്ലല്ലോ. അപ്പോൾ ദൈവം സ്നേഹമാണെന്ന് പറഞ്ഞാൽ സ്നേഹമാണ്, അതിനകത്ത് മാറ്റം. ബൈബിൾ കോളേജിലെ പഠനം വളരെ വളരെ സന്തോഷകരമായ ഒരു അനുഭവം. അതെ അതെ. അപ്പോൾ അങ്ങനെ ഒരു ബോധ്യം ഉണ്ടായപ്പോൾ എനിക്ക് ഈ അപ്പൻ്റെ മകനായിട്ട് ജീവിക്കണമെന്നൊരാഗ്രഹം ഉണ്ടായി. അപ്പം ഞാൻ രണ്ടാമത്തെ രഹസ്യം മനസ്സിലാക്കി. ഈ അപ്പൻ്റെ മകനായിട്ട് മാറണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്നെ മുറിവേൽപ്പിച്ച സകലരോടും ക്ഷമിച്ച് അവരെയൊക്കെ നിരപരാധികളായി കണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊരു രഹസ്യം മനസ്സിലാക്കി. രണ്ടാമത് ഉൾക്കൊണ്ട ഒരു രഹസ്യം അതാണ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ അപ്പം ഞങ്ങൾക്ക് വേണ്ടി അനുവദിച്ചു തന്ന ഒരു കൊച്ചു ചാപ്പലിലെ ക്രൂശിത രൂപത്തിൻ്റെ മുമ്പിലിരുന്ന് 30-ാമത്തെ വയസ്സിൽ ഉപേക്ഷിച്ചു പോയ അപ്പനോടും കൊല്ലാൻ ശ്രമിച്ച ചേട്ടനോടും പിന്നെ സ്നേഹം ശരിക്കും അത് പ്രകടിപ്പിക്കാൻ പറ്റാതെ പോയ അമ്മയോടും തന്തയിലാമോനെ എന്ന് വിളിച്ച് മാറ്റി നിർത്തിയവരോടും കൂടെ ജീവിക്കാൻ കൊള്ളുകയെന്നും പറഞ്ഞ് ഉപേക്ഷിച്ചു പോയ ജീവിത പങ്കാളിയോടും എല്ലാവരോടും ക്ഷമിച്ച് അവരെല്ലാം, അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വേദനാജനകമായൊരു അനുഭവമായിരുന്നു കേട്ടോ. കാരണം അത് അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നമുക്കത് ഭയങ്കര വേദനയായിരുന്നു. പക്ഷേ ഞാനങ്ങനെ ചെയ്തില്ലെങ്കിൽ എനിക്ക് ഈ അപ്പൻ്റെ മകനായിട്ട് മാറാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ അവരോടെല്ലാം ക്ഷമിച്ച് അവരെല്ലാം അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതൊരു ഭയങ്കര ഒരു അഭിഷേകത്തിൻ്റെ ഒരു അനുഭവമായിരുന്നു. അതെ 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 അതെ. അങ്ങനെ അതിൻ്റെ കാരണം ഇതാണ്, അവർ മൂലമാണല്ലോ എനിക്ക് ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഈ അപ്പനെ കണ്ടെത്താനായിട്ട് സാധിച്ചു. അവരിലൂടെയാണല്ലോ അങ്ങനെ ഒരു ചിന്തയ്ക്ക് അന്ന് കിട്ടി. അതെ 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 അതെ. കാരണം ഞാൻ ഈ ഹന്നായെക്കുറിച്ച് കേട്ടെന്നേ. ശരിക്കും ഹന്നായിക്ക് സാമുവേൽ എന്ന മകനെ ലഭിക്കാൻ തക്ക വിധം ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഹന്നായെ രൂപപ്പെടുത്തിയത് അവളെ കുത്തുവാക്കുകൾ പറഞ്ഞ് മുറിപ്പെടുത്തിയ പെനീനയാണ്. പെനീന എന്ന വാക്കിൻ്റെ അർത്ഥം മുത്തെന്നാണ്. പക്ഷേ ഹന്നായുടെ ജീവിതത്തിൽ പെനീന ഒരു മുത്തായി മാറിയത് ഹന്നായെ വേദനിപ്പിച്ചുകൊണ്ടാണ്, കണ്ണുനീരിൽ ആഴ്ത്തിക്കൊണ്ടാണ്. ദൈവം പല രീതിയിലാണല്ലോ മനുഷ്യനെ ഒരുക്കുന്നത്. പക്ഷേ അങ്ങനെ പെനീന എന്ന വ്യക്തിയിലൂടെ മുറിപ്പെടുത്തി വേദനിപ്പിച്ച് ഹൃദയം തകർത്ത് കണ്ണുനീരോടെയുള്ള ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഹന്നായെ ദൈവമായ കർത്താവ് രൂപപ്പെടുത്തിയിട്ട് തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വ്യക്തിയാക്കി മാറ്റി ശക്തനായ ഒരു മകനെ നൽകുമായിരുന്നു. ഈ സാമുവേൽ എന്ന് പറഞ്ഞാൽ ശക്തനായ ഒരു മനുഷ്യനാണ്. കാരണം 3 പ്രത്യേകതയുണ്ട് സാമുവേലിന്. പഴയ നിയമത്തിലെ അവസാനത്തെ ന്യായാധിപനാണ് സാമുവേലിനോടുകൂടി ന്യായാധിപ ഭരണം അവസാനിച്ച് രാജഭരണം ആരംഭിക്കുകയാണല്ലോ. അപ്പം പഴയ നിയമത്തിലെ അവസാനത്തെ ന്യായാധിപനാണ്. 2 സാമുവേൽ ഒരു പ്രവാചകനായിരുന്നു. 3 സാമുവേൽ പഴയ നിയമം, ഡാനിയലച്ചൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പഴയ നിയമം നിഴലാണ്, പുതിയ നിയമം പൊരുളാണ്. അപ്പോൾ പുതിയ നിയമത്തിലെ പൊരുളായ മിശിഹായുടെ പഴയ നിയമത്തിലെ നിഴലാണ് സാമുവേൽ. കാരണം ഈ ന്യായാധിപനും പ്രവാചകനും പുരോഹിതനുമായി കാരണം ഈ സാമുവേൽ ഒരു പുരോഹിതനും കൂടിയാണ്. കാരണം രക്ഷകനായ മിശിഹായിക്ക് ജനിക്കാൻ വേണ്ടിയുള്ള വംശത്തിന് വേണ്ടി ദാവീദിനെ വരെ തെരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യാൻ ദൈവമായ കർത്താവ് ഉപയോഗിച്ച ശക്തനായ ഒരു പുരോഹിതനാണ് സാമുവേൽ. ന്യായാധിപനും പ്രവാചകനും പുരോഹിതനുമായി ബൈബിളിൽ രണ്ടാമതൊരു വ്യക്തിയെ കാണുന്നത് രക്ഷകനായ മിശിഹായിലാണ്. അപ്പം രക്ഷകനായ മിശിഹായുടെ പഴയ നിയമത്തിലെ നിഴലാണ് സാമുവേൽ എന്ന് പറയുന്ന പ്രവാചകൻ. ഇത്ര ശക്തനായ മകനെ ലഭിക്കുവാൻ തക്ക വിധം ഹൃദയം തകർന്ന ചങ്ക് പൊട്ടിയ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി ശരിക്കും ഹന്നായെ രൂപപ്പെടുത്തിയെടുത്തത് ഈ പെനീന എന്ന് പറയുന്ന സപത്നിയാണ്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ എൻ്റെ ജീവിതത്തിൽ ഈ ദൈവത്തെ കണ്ടെത്താനായിട്ട് എന്നെ സഹായിച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അനുകൂലിച്ച് നിന്നവരല്ല, മറിച്ച് എനിക്ക് പ്രതികൂലമായി നിന്നവരാണ്. അവരിലൂടെ ലഭിച്ച തിരസ്കരണങ്ങളും ഉപേക്ഷിക്കപ്പെടലും ഒക്കെയാണ് ഇങ്ങനെ ഒരു വെയിറ്റിംഗ് ഷെഡിൽ എത്തിപ്പെടാനും അവിടുന്ന് ഇങ്ങനെ ഒരു ദൈവത്തിൽ എത്തിച്ചേരാനായിട്ട് എന്നെ സഹായിച്ചത്. അപ്പോൾ ആ ഒരു ബോധ്യം നന്ദി പറയാൻ പറ്റി. ആ ഒരു ബോധ്യം ഉണ്ടായപ്പം ഇവരെ എല്ലാം നിരപരാധികളായി ദൈവത്തെ കണ്ടുമുട്ടുവാൻ ഇടയാക്കിയ വ്യക്തികളാണ് ഇവരെല്ലാം. അവരെല്ലാം ഓർത്ത് വാസ്തവത്തിൽ അവരെല്ലാം ശരിക്കും എനിക്ക് ശരിക്കും അവരെല്ലാം ഒരു അനുഗ്രഹമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ശത്രുതാപൂർവം പെരുമാറുന്നവരൊക്കെ ഇപ്പം നമ്മൾ പഴയ നിയമത്തിലെ ജോസഫിൻ്റെ അനുഭവം കാണുന്നുണ്ട്. ഇപ്പം ജോസഫിൻ്റെ സഹോദരന്മാർ
ജോസഫിനെ പൊട്ടക്കിണറ്റിലിട്ടില്ലായിരുന്നെങ്കിൽ, ഇസ്മായേലിയർക്ക് വിറ്റില്ലായിരുന്നുവെങ്കിൽ, ഇദ്ദേഹം ഈ ജോസഫ് ഈ യാക്കോബിന്റെ 12 മക്കളിൽ തമ്മിൽ ഭേദം കൊള്ളാവുന്ന ഒരുത്തനായിട്ട് അങ്ങനെ ജീവിച്ചു കൊള്ളുകയില്ലാത്തവരെ മതിയല്ലോ. പക്ഷെ ഇങ്ങനെ ഈ പൊട്ടക്കിണറ്റിൽ തള്ളപ്പെട്ടത് കൊണ്ട്, ഈ സഹോദരങ്ങൾ ഇത്രയും ക്രൂരത കാണിച്ചത് കൊണ്ട് ജോസഫ് ഈജിപ്തിൻ്റെ പ്രധാനമന്ത്രി. ജോസഫ് അവസാനം പറഞ്ഞതും അത് തന്നെയല്ലേ, എന്നെ ഇങ്ങോട്ട് നിങ്ങളിങ്ങനെ എന്നോട് ചെയ്തതിന് നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾക്ക് മുമ്പേ എന്നെ ഇങ്ങോട്ട് അയക്കാൻ വേണ്ടി ദൈവം ഒരുക്കിയ പദ്ധതിയാണ്. വാസ്തവത്തിൽ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളോട് ശത്രുതാപൂർവം വളരെ ദ്രോഹം ചെയ്യുന്നവർ, നമ്മളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർ, ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നവർ, അവരൊക്കെ നമ്മുടെ ജീവിതത്തിലെ വളർച്ചയുടെ ഏണിപ്പടികളാണ്. അവരാ നമ്മളെ വളർത്തുന്നത്. ഉന്നതിയിലേക്ക് വളർത്താൻ വേണ്ടി നമുക്ക് ചവിട്ടിക്കയറി പോകാനുള്ള ഓരോ പടികളാണ് അവരൊക്കെ. അപ്പോൾ അതുകൊണ്ട് അവരെ ഓർത്ത് നമ്മൾ ദുഃഖിക്കുകയോ നിരാശപ്പെടുകയോ പരാതിപ്പെടുകയോ അല്ല ചെയ്യേണ്ടത്, മറിച്ച് അവരെ ഓർത്ത് കർത്താവിന് നന്ദി പറയുക. അതാ ബ്രദറിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. കർത്താവ് അതാണല്ലോ പറയുന്നത്, അനുഗ്രഹിക്കുകയല്ല നിങ്ങൾ വേറൊന്നും ചെയ്യുകയാണല്ലോ. അപ്പം ഞാനിവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. അപ്പോൾ അങ്ങനെ ആരംഭിച്ചതിൻ്റെ ഒരു ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവാനുഭവ ജീവിതത്തിൻ്റെ ആദ്യപാഠങ്ങൾ പകർന്നു തന്ന ആദരണീയനായ ഗുരുനാഥൻ മൈക്കിൾ കാര്യമാറ്റമച്ഛൻ്റെ കരങ്ങളിലൂടെ തന്നെ മുരിങ്ങൂർ ഇടവകപ്പള്ളിയിൽ വെച്ച് മാമോദീസ എന്ന കൂദാശ സ്വീകരിച്ചുകൊണ്ട്, അത് ബ്രദർ ആവശ്യപ്പെട്ടിട്ടായിരുന്നു, അവിടെ ഇങ്ങനെ അനൗൺസ് ചെയ്ത് ആർക്കെങ്കിലും മാമോദീസ സ്വീകരിക്കണം താല്പര്യം ഉണ്ടെങ്കിൽ, അവിടെ നിർബന്ധമൊന്നുമില്ല, അവിടെ അങ്ങനെ മാമോദീസ മുക്കുന്ന പരിപാടിയില്ല. പക്ഷേ ഈ ബൈബിൾ കോളേജിൻ്റെ ഭാഗമായിട്ട് യേശുവിനെ കൂടുതൽ അറിഞ്ഞവർക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ പിന്നെ അതിനുള്ള അവസരം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം നിർബന്ധിച്ചൊന്നുമില്ല, ഒന്നുമില്ല, അത് നിർബന്ധിക്കുന്നില്ല, നിങ്ങൾ ചാടിക്കയറി ചെയ്യരുതെന്ന് പറഞ്ഞു. പക്ഷേ ബ്രദറെ, അന്ന് എൻ്റെ കൂടെ 17 പേര്, വേറെ 16 പേരും കൂടെ ഉണ്ടായിരുന്നു. അവരൊക്കെ 10ഉം 20ഉം വർഷമായിട്ട് മാമോദീസ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരുന്നവരും അച്ഛന്മാരുടെയൊക്കെ അടുത്ത് ചെന്നിട്ട് അവർ കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് നിർത്തിയവരാണ്. പക്ഷേ എനിക്ക് യേശുവിനെ അറിഞ്ഞതിൻ്റെ 67-ാം പക്കം ഈ കൂദാശയിലൂടെ എൻ്റെ യേശുവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കാനുള്ള കൃപ ദൈവമായ കർത്താവ്. കാരണം നമ്മൾ പിന്നെ പിന്നോട്ടില്ല, നമ്മൾ അറിഞ്ഞ ആ സത്യത്തിൽ നിന്ന് പിന്നെ പിന്നോട്ടില്ല. അങ്ങനെ യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചു. അപ്പം അവിടെ പള്ളിയിൽ വെച്ച് മാമോദീസ സ്വീകരിച്ചു. അപ്പം തൻ്റെ അടുക്കലേക്ക് വരുന്ന, തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അയക്കാൻ താൻ തിരഞ്ഞെടുക്കുന്ന എല്ലാവർക്കും അവിടുന്ന് ഒരു പുതിയ നാമം നൽകാറുള്ളതുപോലെ എൻ്റെ കർത്താവായ യേശു എനിക്കും ഒരു പുതിയ നാമം നൽകി. അങ്ങനെ രാജൻ ഒരു തോമസ് ആയിട്ട് മാറി. തോമസ് ഒരു വെള്ളിയാഴ്ച ഡിവൈൻ ബൈബിൾ കോളേജ് വിട്ട് കറുകച്ചാലിലെ എൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ എന്നിലൂടെ അനുഭവിക്കേണ്ട വേദനകളുടെ ആഴങ്ങളിൽ കഴിയുന്ന എൻ്റെ അമ്മയുടെ അരികിലേക്ക് ഞാൻ കടന്നു. അതായത് ബൈബിൾ കോളേജിലെ പഠനം കഴിയുന്നു, സ്വീകരിക്കുന്നു, നേരെ അമ്മയുടെ അവിടെ. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞ ഒരു 2.5 മാസത്തിന് ശേഷമാണ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്നത്. 6 ആഴ്ചയായിരുന്നു ഇത്. അല്ലേ? അതെ. അങ്ങനെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നു. വളരെ ദൂരെ വെച്ച് തന്നെ ഞാൻ അങ്ങോട്ട് കടന്നു ചെല്ലുന്ന കാഴ്ച ചേട്ടന്റെ കുഞ്ഞിനെയും കളിപ്പിച്ചുകൊണ്ട് വ്യത്യാസം വന്നിരിക്കുകയാണ് ജീവിതത്തിൽ. അടിമുടി വ്യത്യാസം. അതെ. നമ്മുടെ ഈ കോലത്തിൽ വരെ എല്ലാം മാറി. കാരണം ബൈബിൾ കോളേജിലെ സുഹൃത്തുക്കൾ നല്ല ഡ്രസ്സ്, ബൈബിൾ കോളേജിൻ്റെ മലയാളം 4ാം ബാച്ചിലേക്കാണ് ചെയ്യുന്നത്. ആ ബാച്ചിലുണ്ടായിരുന്ന എൻ്റെ സഹ കൂട്ടുകാർ എനിക്ക് ആവശ്യമായ ഡ്രസ്സ്, വാച്ച്, പിന്നെ ചെരുപ്പ്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നൽകി അവരെന്നെ ഒരു മനുഷ്യ കോലമാക്കി അവർ മാറ്റി എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അങ്ങനെ ഞാൻ എൻ്റെ അമ്മയുടെ അരികിലേക്ക് കടന്നു ചെന്നു. അപ്പം വളരെ ദൂരെ വെച്ച് തന്നെ ഞാൻ അങ്ങോട്ട് കടന്നു ചെല്ലുന്ന കാഴ്ച ചേട്ടൻ്റെ കുഞ്ഞിനെയും കളിപ്പിച്ചുകൊണ്ട് വീടിൻ്റെ മുറ്റത്ത് തന്നെ അമ്മ കണ്ടു. പക്ഷെ എന്നെ കണ്ടത് എന്നോടുള്ള ദേഷ്യവും അരിശവും സങ്കടവും എല്ലാം മൂലം ഒരു പ്രത്യേക മുഖവികാരത്തോടെ അമ്മ ഇങ്ങനെ നിൽക്കുക. ഞാൻ അങ്ങോട്ട് വീടിൻ്റെ കാരണം ഇങ്ങനെ മാറ്റം വന്നു വരുമെന്ന് അമ്മ അറിഞ്ഞിട്ടില്ല. അപ്പം ഞാൻ വീടിൻ്റെ മുറ്റത്തേക്ക് കടന്നു എന്നത് അമ്മയെന്ന് വിളിച്ചത് അമ്മ എതിർ ദിശയിലേക്ക് തിരിഞ്ഞു വന്നു, എൻ്റെ മുഖത്ത് പോലും നോക്കാതെ. പക്ഷേ അമ്മയോട് പിന്നെ എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ എനിക്ക് ശക്തി ഇല്ലാതിരുന്നത് കൊണ്ടും, പക്ഷേ എൻ്റെ ഉള്ളിലേക്ക് പുനരുത്ഥാന ശക്തിയോടെ കടന്നു വന്ന യേശു നൽകിയ പ്രേരണയാൽ അതെ ഒരു വളരെ നാളുകൾക്ക് ശേഷമാണ്. അപ്പോൾ അമ്മ ഈ കാഞ്ചാറ്റിലെ വീട് വിട്ട് ഇറങ്ങി പോയതിനു ശേഷമാണ്. ശേഷം 2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്, എന്നാലും അത്ര പന്തിയോടെയല്ല. അപ്പം ഞാൻ അമ്മ നിന്നിരുന്ന ആ മുറ്റത്ത് മുട്ടുകുത്തിയിട്ട് അമ്മയുടെ കാലിൽ കെട്ടിപ്പിടിച്ച് വീടിൻ്റെ മുറ്റത്ത്, അതെ വീടിൻ്റെ ആൾക്കാരൊക്കെ കാണുന്നുണ്ട്, അയൽക്കാരൊക്കെ. അപ്പോൾ ആ മുറ്റത്ത് മുട്ടുകുത്തി എൻ്റെ ബോധ മനസ്സിൽ ഏതെല്ലാം വാക്ക്, കാരണം അമ്മ എന്നെ തെണ്ടിക്കൊണ്ട് വന്നാണല്ലോ വളർത്തിയത്. അമ്മ ഞാൻ തെണ്ടിന്ന് വരെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ബോധ മനസ്സിൽ ഏതെല്ലാം വാക്കുകളിലൂടെ, ഏതെല്ലാം പ്രവൃത്തികളിലൂടെ അമ്മയെ മുറിവേൽപ്പിച്ചതായി എൻ്റെ ബോധ മനസ്സിലുണ്ടോ അതെല്ലാം ഇങ്ങനെ ഏറ്റുപറഞ്ഞ് ഞാനിങ്ങനെ അമ്മയോട് ക്ഷമ ചോദിക്കാൻ തുടങ്ങി. അല്പസമയം കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ അമ്മ ഇങ്ങനെ അതെ. അല്പസമയം കഴിഞ്ഞപ്പോൾ ഞാൻ നിലമറന്ന് കരയാനായിട്ട് ആരംഭിച്ചു. എൻ്റെ കണ്ണുനീര് അമ്മയുടെ കാൽപ്പാ
കാൽപാദത്തിലേക്ക് വീഴാനായിട്ട് വീണ് ആരംഭിച്ചു. കിടക്കുക. അതെ അതെ, ബ്രദർ ഇങ്ങനെ അമ്മയുടെ കെട്ടിപ്പിടിച്ച് മുട്ട നിന്ന് കെട്ടിപ്പിടിച്ചിരിക്കും. അപ്പം ഇങ്ങനെ എൻ്റെ കണ്ണുനീരിങ്ങനെ അമ്മയുടെ കാൽപാദത്തിലേക്ക് വീഴാനായിട്ട് ആരംഭിച്ചു. ബ്രദറെ, ഈ സമയം ഒരു ഭയങ്കര അത്ഭുതത്തിൻ്റെ നിമിഷമായിരുന്നു. റോമാലേഖനം 12-ാം അധ്യായം 20-ാം തിരുവചനത്തിലും സുഭാഷിതങ്ങൾ 25, 21, 22 തിരുവചനത്തിലും ഒരു കാര്യം പറയുന്നുണ്ട്. ഈ 2 വചനവും കൂടെ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ നമ്മളിങ്ങനെയാണ് കാണുന്നത്: നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുക, അതുവഴി നീ അവൻ്റെ ശിരസിൽ പശ്ചാത്താപത്തിൻ്റെ തീക്കനൽ കൂട്ടും. അപ്പോൾ നമ്മൾ ഒരു വ്യക്തിയോട് ക്ഷമ ചോദിച്ച് അനുരഞ്ജനപ്പെടുമ്പോൾ നമ്മൾ ആരോട് ചോദിക്കുന്നോ ആ വ്യക്തിയുടെ ശിരസിൽ പശ്ചാത്താപത്തിൻ്റെ തീക്കനൽ കൂട്ടുമെന്നാണ് വചനം. വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ലല്ലോ. ഈ എൻ്റെ കണ്ണുനീര് അമ്മയുടെ കാൽപാദത്തിങ്കൽ വീണപ്പോൾ ഈ വചനം അമ്മയിൽ മാംസം ധരിച്ചു. പക്ഷേ ഈ ആഹാരം എന്ന് പറയുന്നത്, ഈ വിശക്കുന്നെങ്കിൽ കൊടുക്കാൻ പറയുന്ന ആഹാരം കപ്പയും കഞ്ഞിയും ചോറും ഇറച്ചിയൊന്നുമല്ല. മറിച്ച് ഈ അമ്മ എന്തിനു വേണ്ടിയാണ് ദാഹിക്കുന്നത്? ഈ മകന് വേണ്ടി, ഈ മകനിലൂടെ ലഭിക്കേണ്ട സ്നേഹത്തിന് വേണ്ടിയാണ് ഈ അമ്മ വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ബൈബിൾ പറയുന്ന ആഹാരം എന്ന് പറയുന്നത് ഈ ദൈവ സ്നേഹമാണ്. അപ്പോൾ എൻ്റെ കണ്ണുനീര്, എൻ്റെ അമ്മ മാനസാന്തരത്തിൻ്റെ മാറ്റത്തിൻ്റെ കണ്ണുനീര് അമ്മയുടെ കാൽപാദത്തിങ്കൽ വീണപ്പോൾ ഈ വചനം അമ്മയിൽ മാംസം ധരിച്ചു. ആ വചനം അമ്മയിൽ പശ്ചാത്താപത്തിൻ്റെ തീക്കനൽ കൂട്ടി. അല്പസമയം കഴിഞ്ഞപ്പോൾ അമ്മ എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ച് എൻ്റെ കണ്ണുനീര് തുടച്ചുകൊണ്ട് എൻ്റെ അമ്മ എന്നോട് നാളുകൾക്ക് ശേഷം ആദ്യം പറഞ്ഞ വാക്ക്: മോനെ, നിന്നെ ഇത്രയേറെ മാറ്റി ആ സ്ഥലത്ത് എനിക്കും ഒന്ന് പോകണോടാ, എന്നെ അവിടെ കൊണ്ടുപോകാമോ എന്ന് എൻ്റെ അമ്മ എന്നോടൊരു ചോദ്യം ചോദിച്ചു. ശരിക്കും മാനസാന്തരപ്പെട്ട ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ, യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ സംഭവിക്കേണ്ടത് ഇതാണ്. നമ്മുടെ ക്രൈസ്തവ വിശ്വാസ സാക്ഷ്യ ജീവിതം കണ്ടിട്ട് എനിക്കും നിന്നെപ്പോലെ ഒരു ക്രിസ്ത്യാനിയാകണമെന്ന് നമ്മളോട് പറയുന്ന ഒരു അനുഭവത്തിലൂടെയാണ്, ആ ഒരു അഭിഷേകത്തിലൂടെയാണ് വിശ്വാസം സ്വീകരിച്ചിരിക്കുന്ന ഓരോ വ്യക്തികളും മുൻപോട്ട് കടന്നു പോകേണ്ടത്. ആ ഒരു അനുഭവം നമുക്കുണ്ടാകുന്നില്ലെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ എന്തൊക്കെയോ കുറവുകളുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. നിങ്ങളും പ്രേക്ഷകരും ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യമാണ് രാജമൃതരി പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എനിക്ക് സാക്ഷികളാകുവിനെന്ന് കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ഓരോ ക്രൈസ്തവരോടും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നിന്നെ കാണുമ്പോൾ എനിക്കും നിന്നെ പോലെയായി തീരണം എന്ന് മറ്റൊരാൾക്ക് തോന്നുന്നിടത്താണ് നമ്മൾ വാസ്തവത്തിൽ ക്രൈസ്തവരായിത്തീരുന്നത്. അവിടെയാണ് നമ്മൾ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നവരായിത്തീരുന്നത്. അവിടെ നമുക്ക് എത്രത്തോളം അങ്ങനെ ആവാൻ സാധിച്ചിട്ടുണ്ട്, നമുക്ക് അത് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. രാജൻ ബ്രദറിൻ്റെ അമ്മ തൻ്റെ മകനെ കണ്ടിട്ട് അവനെ നോക്കിയിട്ട് ചോദിച്ച ചോദ്യമാണ്: നിന്നെ ഇങ്ങനെ ആക്കിയ ആ സ്ഥലത്ത് എനിക്കും വരണം. അപ്പോൾ അങ്ങനെ തന്നെയല്ലേ ബ്രദറെ, ഈശോ തന്നെ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കും. നിങ്ങൾക്ക് പരസ്പരം സ്നേഹം ഉണ്ടെങ്കിൽ അതുമൂലം നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് ലോകം അറിയും. അപ്പം ഞാനങ്ങനെ അമ്മയും കുട്ടിക്കൊണ്ട് കട്ടപ്പനയിലേക്ക് പിറ്റേ ദിവസം തന്നെ യാത്രയായി. അപ്പോൾ ഇത് ആ നെടുങ്കുന്നത്ത് അവിടെ ആ പരിസര പ്രദേശങ്ങളിലൊക്കെ ഒരു വാർത്തയായോ? നെടുങ്കുന്നം പള്ളി ഞാൻ 2 പ്രാവശ്യം ധ്യാനിപ്പിച്ചിട്ടുണ്ട്. അത് പിന്നീട് അതല്ല, അന്നത്ര അയൽവക്കത്തെ ആ വീട്ടിലൊക്കെ പോയായിരുന്നു. അവർ അമ്മച്ചിയാണല്ലോ പറഞ്ഞത്. ധ്യാനം കഴിഞ്ഞിട്ട് പോയി. അമ്മയും കൂടെ വന്നതിന് ശേഷം പിന്നെ ശേഷമോ പോയത്. അപ്പോൾ അത് കഴിഞ്ഞ് അമ്മ ഞാൻ ഈ കട്ടപ്പന ഉണ്ണിച്ചേട്ടൻ്റെ കരങ്ങളിൽ കൊണ്ടേപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഉണ്ണിച്ചേട്ടൻ എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, അമ്മയ്ക്ക് ഇതുപോലെ ഒരു ആഗ്രഹമുണ്ട് ധ്യാനത്തിന് കൊണ്ടുപോകും. അപ്പോൾ ഉണ്ണിച്ചേട്ടൻ പറഞ്ഞു, മോനെ ഇതെൻ്റെ കൂടി. കട്ടപ്പനയിലോട്ട് താമസിക്കാൻ പോകുമ്പോൾ അന്ന് വെയിറ്റിംഗ് ഷെഡിൽ നിന്നാണല്ലോ ഡിവൈനിലോട്ട് പോയിരുന്നത്. അതെ അതെ. അപ്പം തിരിച്ച് ചെല്ലാൻ വീടൊക്കെ ഉണ്ടായിരുന്നോ? വീട് പിന്നെ അത് അന്നേരം വാടകയ്ക്ക് തന്നെയാണ് വീട്, വാടകക്കാർ തന്നെയാണ് താമസിക്കുന്നത്. 1 വർഷത്തിനുള്ളിൽ തിരിച്ചെടുത്തില്ലെങ്കിൽ നഷ്ടപ്പെടും. അങ്ങനെ അമ്മയെ ഉണ്ണിച്ചേട്ടൻ്റെ കൈ കൊണ്ടുപോകണം. അപ്പോൾ ഉണ്ണിച്ചേട്ടൻ പറഞ്ഞു, മോനെ ഇത് എൻ്റെയും കൂടെ അമ്മച്ചിയാടാ, ഞാൻ അമ്മച്ചിയെ ധ്യാനത്തിന് കൊണ്ടുപോകോളാം. അങ്ങനെ ഉണ്ണിച്ചേട്ടൻ്റെ സഹായത്തോടെ വീട് നിർത്തി അമ്മ അന്ന് പിറ്റേ ദിവസം ധ്യാനത്തിന് പോവാ. ശനിയാഴ്ചയായിരുന്നു, ശനിയാഴ്ച കൊണ്ടുവരികയോ. ശനിയാഴ്ച വൈകുന്നേരം ആകുമ്പോഴത്തേനും ഡിവൈനി വരും, ഞായറാഴ്ച രാവിലെ ചീട്ടെല്ലാം എടുത്ത് കൊടുത്ത് ഉച്ച കഴിഞ്ഞ് ധ്യാനം തുടങ്ങും. അപ്പോൾ അങ്ങനെ ഉണ്ണിച്ചേട്ടൻ്റെ സഹായത്തോടെ അമ്മ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെത്തി. സൗജന്യമായിട്ട് തന്നെ, ഫീസൊന്നുമില്ല. ഉണ്ണിച്ചേട്ടൻ വണ്ടിക്കൂലി വേണ്ടെന്ന് വെച്ചു. അങ്ങനെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെത്തി. ആ ആഴ്ചയിൽ ബ്രദർ എന്ത് ചെയ്തു? ആ ആഴ്ചയിൽ ഞാൻ 2-3 ദിവസം ഞാൻ കട്ടപ്പന തന്നെ നിന്നു. എന്നിട്ട് ഞാൻ അതിന് ശേഷം ഈ ഉണ്ണിച്ചേട്ടൻ എൻ്റെ വണ്ടിയിൽ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങി. പോട്ടയ്ക്ക് ആളിനെ കൊണ്ടുവരുമ്പം ഞാനും അതേ വരും. എന്നിട്ട് അവരോട് സാക്ഷിയൊക്കെ പറയും. തിരിച്ചു വരുമ്പം പാട്ടും ചെയ്തൊക്കെ ആയിട്ട് ഇങ്ങനെ തിരിച്ചു അങ്ങനെ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചെയ്യാൻ തുടങ്ങി. അതെ, അപ്പം ഞാനും ഒരു വെള്ളിയാഴ്ച വൈകിട്ടാണ് ധ്യാനം തീരുന്നത്. ശനിയാഴ്ച രാവിലെ നമ്മൾ പോരുവാണ്.
അപ്പം ഞാനും ഈ വെള്ളിയാഴ്ച ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് യാത്ര തിരിച്ചു. അതുവരെ കട്ടപ്പന നിന്നു. അപ്പോൾ അങ്ങനെ അമ്മ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെത്തി. അമ്മ 2 ആഴ്ച താമസിച്ച് ധ്യാനം കൂടി. ആദ്യത്തെ ആഴ്ച ധ്യാനം കൂടി അമ്മയ്ക്ക് അന്നേരം വലിയ മാറ്റമൊന്നുമില്ല. അപ്പം ഒരാഴ്ച കൂടെ നിൽക്കാവിടാന്ന് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു. അങ്ങനെ ഒരാഴ്ച കൂടെ അമ്മ അവിടെ നിൽക്കുവാണ്. കാരണം അങ്ങോട്ട് ചെന്നാലും വീടൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആ ഒരാഴ്ചയ്ക്കുള്ളിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാനായിട്ടായിരുന്നു. അങ്ങനെ 2 ആഴ്ച രണ്ടാമത് വീണ്ടും ആ കൂടിയ ധ്യാനം തന്നെ അമ്മ വീണ്ടും കൂടുവാണ്. ആ ധ്യാനം അവസാനിക്കുന്നതിൻ്റെ തലേ ദിവസം ദിവ്യകാരുണ്യ ആന്തരിക സൗഖ്യ ആരാധനാ മധ്യേ പനക്കലച്ചൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പനക്കലച്ചൻ്റെ സ്വാധീനമാണ്. അപ്പം അച്ഛൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, കൊല്ലാൻ ആയുധമെടുത്ത ഒരു മകനോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ ഒരമ്മയോട് കർത്താവ് ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞു. പിന്നീട് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, മോനെ എനിക്ക് നിന്നോട് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റുമായിരുന്നില്ല. അമ്മ പറഞ്ഞ വാക്ക് ഞാൻ അതുപോലെ തന്നെ പറഞ്ഞാൽ, തന്ത ഇട്ടിട്ട് പോയിട്ടും വല്ലവൻ്റെ അടിയും ഇടിയും കൊണ്ട് ആട്ടും തുപ്പുമേറ്റ് തെണ്ടി തിന്ന് വളർത്തിയിട്ടും നീ എന്നെ കൊല്ലാൻ ആയുധമെടുത്തതിൽ എനിക്ക് നിന്നോട് അടങ്ങാത്ത വിരോധം ഉണ്ടായിരുന്നു. അതിനുശേഷം നിന്നെ ശപിക്കാത്ത, നിൻ്റെ മരണം ആഗ്രഹിക്കാത്ത, നീ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് എൻ്റെ അമ്മേനോട് പറഞ്ഞു. പക്ഷേ എൻ്റെ മേലും എൻ്റെ അമ്മയുടെ മേലും സ്വർഗത്തിന് രക്ഷാകരമായൊരു പദ്ധതി ഉണ്ടായിരുന്നത് കൊണ്ട് എൻ്റെ അമ്മ എന്നോട് ക്ഷമിക്കാൻ എപ്പം തീരുമാനം എടുക്കുമോ അതുവരെ ഒരു 6-7 പ്രാവശ്യം പനക്കലച്ചൻ ആവർത്തിച്ച് പറഞ്ഞു, കൊല്ലാൻ ആയുധമെടുത്ത ഒരു മകനോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ ഒരു അമ്മയോട് കർത്താവ് ആവശ്യപ്പെടുന്നു. അപ്പോൾ എൻ്റെ അമ്മേനോട് പറഞ്ഞു 6-7 പ്രാവശ്യം അച്ഛൻ അത് പറഞ്ഞപ്പോൾ എന്നോടാണെന്ന് എനിക്ക് തോന്നിയടാ. ബ്രദറെ, യേശു ദൈവമാണോ അല്ലയോ എന്നൊന്നും ഈ സാധു സ്ത്രീ തിരിച്ചറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ തൻ്റെ മുൻപിലിരിക്കുന്ന ഈ ഗോതമ്പപ്പത്തിൻ്റെ ഉള്ളിൽ രക്ഷിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നൊന്നും വിശ്വസിക്കാനോ അംഗീകരിക്കാനോ ഈ അമ്മയ്ക്ക് സാധിച്ചിട്ടില്ല. എങ്കിലും അച്ഛൻ്റെ വാക്ക് കേട്ടിട്ട് എൻ്റെ മകനോട് ഞാൻ ക്ഷമിക്കുന്നു, അവനെ അനുഗ്രഹിക്കണമേ എന്നൊരു നിലവിളി ആയിരുന്നു ആ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ പറഞ്ഞത്. ആ നിലവിളി പൂർത്തീകരിക്കാനാകാതെ അമ്മ ബോധരഹിതയായി വീഴുകയാണ് ഉണ്ടായത്. വാസ്തവത്തിൽ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഈ 30 ദിവസം പ്രായമുള്ളപ്പോൾ ഭർത്താവ് ഉപേക്ഷിച്ചു പോയ ഒരു സ്ത്രീയുടെ അനുഭവം, മകന് 30 ദിവസം പ്രായം, പിന്നീട് ഈ കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വരിക എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീ ജീവിതത്തിൽ എന്തുമാത്രം കഷ്ടപ്പാടുകളിലൂടെ, സാമ്പത്തികമൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. ഇതൊന്നുമില്ലാത്ത അവസ്ഥയിൽ ബ്രദർ പറഞ്ഞതുപോലെ തന്നെ അക്ഷരാർത്ഥത്തിൽ തന്നെ ഭിക്ഷയെടുത്ത് കൊണ്ടുവന്ന് ഈ മകനെ വളർത്തി വലുതാക്കി അവസാനം അവൻ മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമയാകുന്നു, കൊല്ലാനായിട്ട് ആയുധമെടുക്കുന്നു. അങ്ങനെയുള്ള ഒരു മകനോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. പോരാഞ്ഞിട്ട് കൊല്ലാനും കൂടെ ആയുധം എടുത്തു. അപ്പോൾ അങ്ങനെയുള്ള ഒരു മകനോട് ക്ഷമിക്കാൻ സാധിക്കണമെങ്കിൽ അതുപോലെയുള്ള ഒരു ദൈവകൃപ ഇടപെടലുണ്ടായാലേ പറ്റുള്ളൂ, ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. അതായിരിക്കാം ഒരു പക്ഷേ ദൈവം അച്ഛനിലൂടെ ഇങ്ങനെ അനേക തവണ അതുകൊണ്ടായിരിക്കും. അല്ലെ ഒരു കാര്യത്തിനും അങ്ങനെ ആവർത്തിച്ച് പറഞ്ഞിട്ടില്ല. 1-2 പ്രാവശ്യം പറഞ്ഞു, അത് 7 പ്രാവശ്യം പറഞ്ഞു. അങ്ങനെ അമ്മ തീരുമാനം എടുക്കുന്നു. അപ്പോൾ അങ്ങനെ അമ്മ ബോധരഹിതയായി വീണു. ശുശ്രൂഷ 4 പേര് കൂടി അമ്മ എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്തത്. പക്ഷേ ഈ സമയത്ത് ഒരു ഭയങ്കര അത്ഭുതം ഉണ്ടായി. അമ്മ എന്നോട് ക്ഷമിച്ച് പ്രാർത്ഥിച്ച, അതാണ് ഈ ക്ഷമയുടെ ഒരു വലിയ കൃപ. അതാണ് അമ്മ എന്നോട് ക്ഷമിച്ച് പ്രാർത്ഥിച്ച അതേ സെക്കൻഡിൽ വിശുദ്ധ കുർബാനയിൽ ഇന്നും ഗോതമ്പപ്പത്തിൽ ജീവിക്കുന്ന യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. അത് 8,000-ലധികം ആൾക്കാരെ സാക്ഷിയാക്കി അമ്മയുടെ ഉദരത്തിലേക്ക് പ്രവേശിച്ച് ഒരിക്കലും സൗഖ്യം പ്രാപിക്കില്ലെന്ന് വിധി എഴുതി മെഡിക്കൽ കോളേജിൽ നിന്ന് തള്ളിക്കളഞ്ഞ, അമ്മ പോലും അറിയാതെ പഴുപ്പ് പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരുന്ന ഈ അൾസർ രോഗത്തെ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് വരണ്ട നിലം പോലെ ദൈവമായ കർത്താവ് സൗഖ്യപ്പെടുത്തി. ആ ഒരു സ്പർശനം ഉണ്ടായപ്പോഴാണ് ഈ ബോധരഹിതയായി വീണത്. എത്ര അതിശയകരമായ ഒരു കാര്യമാണ് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പ്രേക്ഷകർ ഇതൊക്കെ കേട്ട് അവർ അന്തം വിടുന്നുണ്ടാവും. കാരണം അനേക വർഷങ്ങളായിട്ട് ഈ ഉദര രോഗം, അൾസറിൻ്റെ രോഗത്താൽ കഷ്ടപ്പെട്ടിരുന്ന ഈ സ്ത്രീയെ തൻ്റെ മകനോടുള്ള വെറുപ്പും വിരോധവും വൈരാഗ്യവും എല്ലാം ഉപേക്ഷിക്കാൻ തീരുമാനമെടുത്ത് അവനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ സ്ത്രീയുടെ മേൽ ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വരികയും കർത്താവിൻ്റെ അത്ഭുതകരമായ സൗഖ്യം അവിടെ വെച്ച് അനുഭവിക്കുകയും ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ഇത് വാസ്തവത്തിൽ സാധാരണ ഒരു സെക്യുലർ ലോകത്തുള്ള ഒരാൾക്ക് ഇതൊക്കെ കേട്ടാൽ അത്ര വലിയ ഇതൊന്നും, പക്ഷേ കർത്താവിൻ്റെ സ്നേഹം ഒരു അല്പമെങ്കിലും അനുഭവിച്ചറിയുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാവും ഇത് സത്യം തന്നെയാണ്. അത് വചനം മാംസം ധരിച്ചതാണ് ബ്രദറെ. കാരണം യാക്കോബ് 5:16 പറയുന്നുണ്ട്, നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയും. ഇത് കുമ്പസാരത്തെക്കുറിച്ചല്ല, മറിച്ച് 2 വ്യക്തികൾ തമ്മിലുള്ള അനുരഞ്ജനത്തെക്കുറിച്ചാണ്. 2 വ്യക്തികൾ തമ്മിൽ ക്ഷമ കൊടുത്ത് ക്ഷമ ചോദിച്ച് അനുരഞ്ജനപ്പെടാൻ തയ്യാറാകുമ്പോൾ ഏത് മാരകമായ രോഗവും ഞാൻ സുഖപ്പെടുത്താമെന്നുള്ള വാഗ്ദാനമാണ്. അങ്ങനെ അമ്മ അവിടെ വെച്ച് പരിപൂർണമായിട്ട് സൗഖ്യപ്പെട്ടു, പരിപൂർണ്ണ സൗഖ്യം പ്രാപിച്ചു. ഈ അനുഭവങ്ങൾ ഞാനിങ്ങനെ ബ്രദറിൻ്റെ അനുഭവങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മേലും ഒരു ദൈവസ്നേഹത്തിൻ്റെ ഒരു അഭിഷേകം ഇങ്ങനെ ചലിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ സാധാരണ ഈ തീ പിടിച്ചവരിൽ വരുന്നവരുടെ
ഇത് ഒരു 1 അല്ലെങ്കിൽ 2 എപ്പിസോഡ് മാക്സിമം, ആൻഡ് 1-2 പേരെ പി തോമസ് ചേട്ടൻ്റെ ഒക്കെ പോലുള്ളവരുടെ മാത്രമേ ഒരു 3 എപ്പിസോഡിലോട്ടൊക്കെ കയറിയിട്ടുള്ളൂ. ഇതിപ്പോൾ ഈ 2 എപ്പിസോഡ് കൊണ്ടൊന്നും ഒന്നും ആകില്ലെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. നമുക്ക് 3ാമത്തെ ഒരു എപ്പിസോഡിലേക്ക് ഇവിടെ കടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് സമയമായതുകൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമ്മുടെ അനുഭവങ്ങൾ വീണ്ടും നമ്മുടെ പ്രേക്ഷകരുമായിട്ട് നമുക്ക് പങ്കുവയ്ക്കാം. വളരെ താല്പര്യത്തോടെ നിങ്ങൾ പ്രാർത്ഥനയോടെ കാത്തിരിക്കുക. അതിശയകരമായ കാര്യങ്ങൾ ഇനിയും ഒരുപാട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ നമുക്ക് കേൾക്കാനായിട്ടുണ്ട്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.